ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മൊഡ്യൂൾ 3യിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, മൊഡ്യൂൾ 2 നമ്മൾ ക്ലാസ്സിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ മൊഡ്യൂൾ 3യിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഒരു ബാച്ചിന് അതിൻ്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, ഒരു ബാച്ചിന് അതിൻ്റെ ക്ലാസ് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതേപോലെ തന്നെ അന്ന് ക്ലാസ് കയറിയവർ പലവർക്കും നോട്ട് ഇത് എഴുതിയെടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ എഴുതിയെടുത്തവരാണെങ്കിൽ അതേ നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ അവർ ഇതൊന്ന് നോക്കി ഈ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയിൽ നിന്ന് വേണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാതെ വേറെ ഒരു PDF ആയിട്ടോ അല്ലെങ്കിൽ PPT ആയിട്ടോ തരൂല. നിങ്ങളിത് നോക്കിയിട്ട് വീഡിയോസ് നോക്കിയിട്ട് വീഡിയോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രവണത നമ്മൾ ഫോളോ ചെയ്യണത്. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ദിവസം വൈകുന്നേരം 6 മണിൻ്റെ ഉള്ളിൽ 6 മണി അല്ലെങ്കിൽ 7 മണീൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണത്. ഓക്കെ, അതിലൊരു എന്താ പറയുക, നമ്മളൊരു അസൈൻമെൻ്റായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ അസൈൻമെൻറ്റിൽ നിങ്ങൾ ആ ഒരു ഫോൾഡർ നിങ്ങൾ എഴുതിയ കാര്യം ഒരു PDF ആക്കിയിട്ടോ PDF ആക്കിയാൽ മതി. PDF ആക്കിയിട്ട് അതൊരു ചെറിയ സൈസാക്കുക, വലിയ സൈസ് ആവരുത്. ചിലവരൊക്കെ 90 120 MB ഒക്കെ ആക്കും. അത്രയൊന്നുമില്ല, ഒരു 5 MBൻ്റെയോ അല്ലെങ്കിൽ 10 MBൻ്റെ ഫയലാക്കിയിട്ട് വേണം അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ പോർഷനിലേക്ക് കിടക്കാം. അപ്പോൾ മൊഡ്യൂൾ 3 ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. മൊഡ്യൂൾ 3 ബേസിക്കലി ഡീൽ ചെയ്യണത് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്ന ഒരു ടോപ്പിക്കിലാണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്തിരുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കായിരുന്നു. മുഴുവനായിട്ട് എങ്ങനെയാണ് ഒരു സോഴ്സിൽ നിന്ന് വെള്ളം വീട്ടിലേക്ക് എത്തിക്കാൻ പലതരത്തിലുള്ള സോഴ്സുകളുണ്ട്, അതിൻ്റെ മാർഗങ്ങളും അതേപോലെ പൈപ്പ് ലൈനിൻ്റെ രീതികളും അതൊക്കെയായിരുന്നു നമ്മൾ മൊഡ്യൂൾ 2 പഠിച്ചിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെള്ളത്തെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, അതൊരു വേസ്റ്റായിട്ട് മാറി, അല്ല ലിക്വിഡ് വേസ്റ്റായിട്ട് മാറി. നമ്മൾ ഫുള്ള് ഡീൽ ചെയ്യണത് വാട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ആ ലിക്വിഡ് വേസ്റ്റായിട്ട് മാറി ആ ഒരു വേസ്റ്റിനെ എങ്ങനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിലേക്ക് എത്ര സൗകര്യമായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റീയൂസ് ചെയ്യണം. നമുക്ക് വെള്ളം വേറെ വീണ്ടും കിട്ടുമൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യണ വെള്ളം തന്നെയാണ് വീണ്ടും ഭൂമിയിലേക്ക് പോയിട്ട് നമ്മളെന്ത് ചെയ്യണത്, വീണ്ടും റീയൂസ് ചെയ്യണത്. അപ്പോൾ അതിനെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് അത് വീണ്ടും എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിൻ്റെ രീതികളും അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സും അതിനുപയോഗിക്കുന്ന പലതരത്തിലുള്ള ടെക്നീക്സും അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു 3rd മൊഡ്യൂളിൽ ഡീൽ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ സാനിറ്ററി എഞ്ചിനീയറിംഗ് ആണ്. അതിൽ ഫസ്റ്റ് ടേമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സീവേജ്. ഓക്കെ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം, അതുകൊണ്ടാണ് ഇതിനടുത്ത് പറയണത്. സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലിക്വിഡ് വേസ്റ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന എന്താണ് ലിക്വിഡ് വേസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, സീവേജ് എന്ന് പറയണത്. അത് എന്തൊക്കെ തരത്തിലുള്ള വേസ്റ്റ് ആകാം. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ വേസ്റ്റ് ഫ്രം വാട്ടർ ക്ലോസറ്റ്, യൂറിനൽ, ബാത്റൂം, കിച്ചൺ, പിന്നെന്താണ് വേസ്റ്റ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രി, സ്റ്റോം വാട്ടർ. അപ്പോൾ സ്റ്റോം വാട്ടർ എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി ഒലിച്ച് പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയണത് എങ്ങനെയാണ്, വെള്ളം ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് കുത്തി ഒലിച്ച് ഒഴുകുക ചെയ്യുക. അപ്പോൾ ആ ഒരു വെള്ളത്തിനെയാണ് നമ്മൾ സ്റ്റോം വാട്ടർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. വെള്ളം ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലത്തെ വേസ്റ്റ് മാത്രമല്ല, ഈ മഴ കുത്തി ഒലിച്ച് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പ്രളയം സംഭവിച്ചു. വെള്ളത്തിന് നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു പൈപ്പ് ലൈൻ ഇല്ല, സീവേജ് ഡിസ്പോസിബിൾ ഇല്ല. അത് കാരണമാണ് വെള്ളം കെട്ടിക്കിടന്നു നിന്ന് പല സ്ഥലത്തും. ഓക്കെ,
അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോട്ട് ഓൺലി എന്താ പറയുക റെസിഡൻഷ്യൽ വേസ്റ്റ് മാത്രമല്ല, നമ്മൾ എന്തായിരിക്കണം ഇൻഡസ്ട്രിയൽ വേസ്റ്റും അതേപോലെ തന്നെ സ്റ്റോം വാട്ടറും, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ സീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ലിക്വിഡ് വേസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ സീവേജ് പറയുക. അത് ബേസിക്കലി എല്ലാ വേസ്റ്റിനെയും കൂടി ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് സീവേജ്. എല്ലാ വേസ്റ്റും, വീട്ടിൽ നിന്നുള്ള വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റോം വാട്ടർ, ഈ 3 വേസ്റ്റും കൂടി ചേർന്നിട്ടുള്ള പേരാണ് സീവേജ്. ഓക്കെ, ദ ലിക്വിഡ് വേസ്റ്റ് ഫ്രം ദ റെസിഡൻഷ്യൽ ഏരിയ ഈസ് കോൾഡ് ഡൊമസ്റ്റിക് സീവേജ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് വരുന്ന പുറന്തള്ളപ്പെടുന്ന ലിക്വിഡ് വേസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്, ഡൊമസ്റ്റിക് സീവേജ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ സീവേജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമിലേക്ക് നമുക്ക് കിടക്കാം. അതിൻ്റെ പേരാണ് സള്ളേജ്. എന്താണ് സള്ളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സള്ളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ഒഫെൻസീവ് ഇൻ നേച്ചർ ആയിട്ടുള്ള വെള്ളത്തിനെയാണ് നമ്മൾ സള്ളേജ്, വെള്ളമല്ല സീവേജിന്. ലെസ് ഒഫെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, അത്ര എന്താ പറയുക ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത വെള്ളത്തിന്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇപ്പോൾ പാത്രം കഴുകണ വെള്ളം, അത് നമ്മളെ കിച്ചൺ സിങ്കിലൊക്കെ ഉള്ള വെള്ളം, അതൊക്കെ അത്ര ഹാംഫുൾ അല്ല. അല്ലെങ്കിൽ പച്ചക്കറി കഴുകിയ വെള്ളം, ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കിച്ചണിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വെള്ളമാണ്. അതേപോലെ തന്നെ വാഷ് ബേസിനിൽ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് അത്രയും ഒഫെൻസീവായിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ ബേസിക്കലി കൈ കഴുകണതോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും വാഷ് ബേസിനിൽ ഉണ്ടാവുക. അപ്പോൾ അതും ലെസ് ഒഫെൻസീവാണ്. ഓക്കെ, ലെസ് ഒഫെൻസീവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒഫെൻസീവ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറയുക, കാഠിന്യം കുറവായിരിക്കും. ഓക്കെ, ദുർഗന്ധം പരത്താനുള്ള കാഠിന്യം കുറവായിട്ടുള്ള വെള്ളമായിരിക്കും നമ്മളുടെ കിച്ചണിൽ നിന്ന്, വാഷ് ബേസിനിൽ നിന്ന്. അതുകൂടാതെ തന്നെ കുളിമുറി, ഓക്കെ, നമ്മൾ എന്താ പറയുക യൂറിനലോ ക്ലോസറ്റോ അല്ല, കുളിമുറി, അതും കുറച്ചും കൂടി ലെസ് ഒഫെൻസീവ് ആയിരിക്കും. അത്ര ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ഒരു വേസ്റ്റ് വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വെള്ളത്തിനൊക്കെയാണ് നമ്മൾ എന്ത് പറയണത്, സള്ളേജ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ലെസ് ഒഫെൻസീവ് ഇൻ നേച്ചറിലുള്ള വെള്ളത്തിനെയാണ് സള്ളേജ് എന്ന് പറയുന്നത്, ഏതൊക്കെയാണ് വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം എന്ന് പറഞ്ഞാൽ കുളിമുറിയാണ് ഉദ്ദേശിക്കുന്നത്, കിച്ചൺ, വാഷ് ബേസിൻ. അതിൽ പെടുന്ന വേറൊരു കാര്യമാണ് സ്റ്റോം വാട്ടർ എന്ന് പറഞ്ഞാൽ കുത്തിയൊലിച്ച് വീണ മഴയുടെ വെള്ളം. ഓക്കെ, ഇതിൽ പെടുന്ന പിന്നെ വരുന്ന ഒരു പോയിൻ്റാണ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് മോർ ഒഫെൻസീവ് ആൻഡ് ന്യൂസൻസ് കോസിങ് ഫീക്കൽ മാറ്റേഴ്സ് ഫ്രം ലാബറട്ടറീസ്, വേസ്റ്റ് വാട്ടർ ഫ്രം യൂറിനൽ, സ്റ്റേബിൾസ് എക്സെട്ര ആൻഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഈ വെള്ളമൊന്നും ഇതിൽ ഉൾപ്പെടുത്തൂല. ഓക്കെ, ഫീക്കൽ മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വേസ്റ്റ്. ലാബറട്ടറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കക്കൂസിൻ്റെ ഓരോ എന്താ പറയുക ഫിക്സ്ചേഴ്സിനെയാണ് ലാബറട്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ വേസ്റ്റ് വാട്ടർ ഫ്രം യൂറിനൽസ്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തൂല, ഏതിൽ സള്ളേജിൽ ഉൾപ്പെടുത്തൂല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് മോർ ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സീവർ എന്താണ്. സീവർ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഈ സീവേജ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പൈപ്പിനെ പറയണ പേരാ, അല്ലെങ്കിൽ കോൺഡുവൈറ്റിനെ പറയണ, പൈപ്പിന് ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് കോൺഡുവൈറ്റ്. അപ്പോൾ ഈ ഒരു ടേമിനെ പറയുന്ന പേരാണ് സീവർ. ഓക്കെ, ഇനി നാലാമതായിട്ട് വരുന്നത് സീവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ഒറ്റ പൈപ്പ് ഇട്ടിട്ട് കഴിഞ്ഞാൽ വീടുകളിൽ വേസ്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് കുറേ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും, ഈ കുറേ പൈപ്പുകളുടെ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും എന്താ പറയുക ഈ ഒരു വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഡിനോട്ട്സ് ദ നെറ്റ്വർക്ക് ഓഫ് സീവേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ സിസ്റ്റം ഫോർ ക്യാരിങ് സീവേജ്. അതിനെയാണ് നമ്മൾ സീവറേജ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യാൻ കുറേ പൈപ്പുകൾക്ക് പറയുന്ന പേരാണ് സീവർ. അപ്പോൾ കുറേ നെറ്റ്വർക്ക് ഓഫ് പൈപ്പുകൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ അത് ജോയിൻ ചെയ്യാനും അതിനെന്തൊക്കെയാണ് വേണ്ടി വരും, നമ്മൾ ബെൻഡ് അങ്ങനെ കുറേ പറഞ്ഞിരുന്നു അല്ല, യൂണിയൻ, ജോയിൻറ്റ്, ടീ ജോയിൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഇത് ജോയിൻ ചെയ്യാനായിട്ട് കുറേ ഫിക്സ്ചേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം കൂടി പറയുന്ന വാക്കാണ് എന്ത്, സീവറേജ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് കളക്ഷൻ, കൺവേയൻസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് സീവേജ്. ഓക്കെ, കളക്ട് ചെയ്യാനുള്ള സ്ഥലം, കൺവേ എന്ന് പറഞ്ഞാൽ എന്താ, കൊണ്ടുപോകാൻ, പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള സ്ഥലം, അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ വാക്കാണ് റെഫ്യൂസ്. അത് റെഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈ വേസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീനെയാണ് റെഫ്യൂസ് എന്ന് പറയുക. ഡ്രൈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, നമ്മൾ വീട്ടിൽ നിന്ന് അടിച്ചു വാരി
കിട്ടണ ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ബിറ്റ് ഓഫ് പേപ്പർ, ഓക്കെ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫ്ലൈ ആഷ്, ഓക്കെ, ആഷുകളൊക്കെ ഉണ്ടാവില്ലേ, കത്തിച്ച് ചാരം, അത്, പിന്നെ ഗാർബേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയണത്, റെഫ്യൂസ് ആയിട്ട് പറയണത്, ഡ്രൈ വേസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇനി ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താ, അത് സെമി സോളിഡും അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റിനെയാണ് നമ്മൾ ഗാർബേജ് എന്ന് പറയണത്. ഓക്കെ, ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ പീലിങ്സ്, ഫ്രൂട്ടിൻ്റെ പീലിങ്സ്, വേസ്റ്റ് മീറ്റ്, ഇതൊക്കെയാണ് ഇതിൽ പെടുന്നത്, ഗാർബേജിൽ പെടുന്നത്. ഓക്കെ, സോളിഡും സെമി സോളിഡ് ആയിട്ടുള്ള വേസ്റ്റിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയണത്, ഗാർബേജ് എന്ന് പറയണത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സീവറേജ് വർക്ക്. ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സീവറേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ഹൈജീനിക് ആൻഡ് എസ്തെറ്റിക് എൻവയൺമെൻറ്റ്. ഹൈജീനിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും വെറുതെ കുന്നുകൂട്ടി വേസ്റ്റ് ചിലവർ കാണാം. ഇപ്പോൾ നമ്മളുടെ പരിസരത്തൊക്കെ ഇപ്പോൾ ആരും ഒരു വീടോ ഒന്നും ഇല്ലാത്ത ഒരു വളവോ തിരിവോ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ അവനവൻ്റെ വീട്ടിലത്തെ വേസ്റ്റ് ഒരു കവറിലാക്കിയിട്ട് അവിടെ തട്ടും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ സീവറേജ് സിസ്റ്റം എന്തിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈജീനിക്കും അതേപോലെ ഏസ്തെറ്റിക്കും. ഏസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഭംഗി, അപ്പിയറൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളെ എൻവയോൺമെൻറ്റ് നമ്മളെങ്ങനെയാണോ എല്ലാ ദിവസവും രാവിലെ പല്ലേക്കലും കുളിക്കലും അവനവൻ്റെ എന്താ പറയുക പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണം, അതേപോലെ തന്നെ നമ്മളുടെ ഭൂപ്രകൃതി, നമ്മളുടെ അടുത്തുള്ള എൻവയോൺമെൻറ്റും അതേപോലെ നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മളുടെ കടമയാണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താ, ടു കളക്ട് ആൻഡ് ട്രീറ്റ് ദ സീവേജ് ഇൻ എ സയൻറ്റിഫിക് വേ ടു അവോയ്ഡ് ദ ന്യൂസൻസ് ടു ദ പബ്ലിക് ആൻഡ് ഓൾസോ ദ പൊല്യൂഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്. നമ്മളുടെ വേസ്റ്റ് വാട്ടറിനെ കളക്ട് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് ആ ഒരു വേസ്റ്റിൽ നിന്ന് തന്നെ ചിലപ്പോൾ പലതരത്തിലുള്ള കൊതുകുകൾ എന്താ പറയുക ഉത്ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ടു ഡിസ്പോസ് ദ ട്രീറ്റഡ് സീവേജ് ബൈ പ്രോപ്പർ മെത്തേഡ്സ് ടു അവോയ്ഡ് ദ പൊല്യൂഷൻ ഓഫ് സർഫേസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. ഇത് ബേസിക്കലി പറയണത് വാട്ടർ, ഇപ്പോൾ വെള്ളം ഉണ്ടാവും, അപ്പോൾ നമ്മളുടെ വെള്ളത്തിൻ്റെ സ്രോതസ് ഉണ്ടാവും, ലേക്ക് ഉണ്ടാവും, അതേപോലെ നമ്മളുടെ എന്താ പറയുക ഭൂഗർഭത്തിലുള്ള വെള്ളം, ഓക്കെ, താഴെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതൊക്കെ എന്താ പറയുക നശിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡിസ്പോസ് ചെയ്യാനായിട്ട്. നാലാമത്തെ പോയിൻ്റായിട്ട് എന്താ പറയുന്നത്, കുറേ തരത്തിലുള്ള ഡിസീസസ് വരാൻ സാധ്യതയുണ്ട്. വാട്ടർ ബോൺ ഡിസീസസ്, വെള്ളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെന്താണ്, ടു എഫക്റ്റീവ്ലി ഡ്രെയിൻ അവേ ദ സ്റ്റോം വാട്ടർ ഫ്രം ദ ടൗൺ ആൻഡ് ദസ് അവോയ്ഡിങ് ഇനണ്ടേഷൻ. കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിനെ എന്താ പറയുക എഫക്റ്റീവ്ലി ഡ്രെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോം വാട്ടറിനെ കുത്തിയൊലിച്ച് പോകുന്ന വെള്ളത്തിനെ എന്താ പറയുക നല്ല ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് സിറ്റിയിൽ നിന്ന് എത്താതിരിക്കാൻ അത് നമ്മൾ ശ്രമിക്കണം. പിന്നെന്താണ്, ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ദ ന്യൂസൻസ് ഡ്യൂ ടു ഗ്രോത്ത് ഓഫ് ഹൗസ് ഫ്ലൈസ് ആൻഡ് മസ്കിറ്റോസ് ബൈ അവോയ്ഡിങ് ദ സ്റ്റാഗ്നേഷൻ ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് ഡിസ്പോസൽ ഓഫ് ഹ്യൂമൺ എക്സ്ക്രീറ്റ ആൻഡ് അതർ ലിക്വിഡ് വേസ്റ്റസ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വെള്ളത്തിനെ കെട്ടിക്കിടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഹൗസ് ഫ്ലൈസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, മോസ്കിറ്റോസ് വളരാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുന്ന ഹ്യൂമൻ വേസ്റ്റൊക്കെ ചിലപ്പോൾ കെട്ടിക്കിടക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മളെ ഈ സിറ്റിയിലൊക്കെ തന്നെ. അപ്പോൾ അത് വരുത്താതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക്. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിലൊരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ നിങ്ങൾ കാണും. ആ അസൈൻമെൻറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും ഈ അസൈൻമെൻറ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഹാൻഡിൻ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട് ഇവിടെ കിട്ടും. ഓക്കെ, എൻ്റെ കയ്യിലേക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ വാട്സപ്പ് വഴി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു പ്രവണത ഇനി മുതൽക്ക് നമുക്ക് ശീലമാക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണീൻ്റെ ഉള്ളിൽ ഓക്കെ